ഹലോ ഡിയർ സുഗമോ ദേവി പുത്തൻ വിശേഷങ്ങളിലേക്ക് എല്ലാ കുട്ടികാർക്കും സ്വാഗതം. അങ്ങനെ അകപ്പാട് നമ്മുടെ ചന്ദ്രോത്ത് വീട് തല കുത്തി നിൽക്കുകയാണ് അല്ലെ. നമ്മുടെ അരുന്ധതിയുടെ നമ്മുടെ ത്യാഗരാജന്റെ ഒക്കെ ആ ഒരു ഇഷ്ടം പോലെ അവരുടെയൊക്കെ ആ ഒരു താല്പര്യം പോലെ തന്നെ നമ്മുടെ ചന്ദ്രോത്ത് തറവാട് മൊത്തത്തിൽ തലകുത്തി നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. അപ്പൊ ഇന്നത്തെ ഒരു എപ്പിസോഡിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് നമ്മുടെ ചന്ദ്രമതി വരുന്നുണ്ട്. അപ്പൊ ചന്ദ്രമതിയോടും പ്രഭാവതി കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇങ്ങനെയൊക്കെ ആ സംഭവങ്ങൾ ദേവികയ്ക്ക് വേറൊരാളോട് ഇഷ്ടമുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പൊ നമ്മുടെ ദേവിക്ക് അറിയാവുന്നവരാരും ഈ ഒരു വാർത്ത പെട്ടെന്ന് കേൾക്കുമ്പോൾ വിശ്വസിക്കില്ല. ഒന്ന് പോയേ, എന്ത് ദേവികനെ പറ്റി തന്നെയാണോ പറയുന്നതെന്നൊക്കെ വിചാരിക്കുമല്ലേ. പിന്നീട് ഇവരിങ്ങനെ ഫോട്ടോകൾ കണ്ട് കാര്യങ്ങളൊക്കെ കണ്ട് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോഴത്തേക്കും വിശ്വസിക്കാതിരിക്കാനും പറ്റില്ല അല്ലേ. പിന്നീടായിരിക്കും നമ്മുടെ പ്രഭാവതി നമ്മുടെ നന്ദന്റെ ഫോണിൽ കിടക്കുന്ന തെളിവുകൾ, അതായത് എനിക്ക് ആ ചെറുപ്പക്കാരനെ കാണണം, എനിക്ക് അയാളെ കാണണം, എനിക്ക് അയാളെ ചോദ്യം ചെയ്യണം, എത്ര നാളായി ബന്ധം തുടങ്ങിയത്, എനിക്ക് ആ ചെറുപ്പക്കാരനെ കണ്ട് ഇവരുടെ ബന്ധത്തിന് ആഴോ കളക്കണം എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ പ്രഭാവതി നന്ദന്റെ അടുത്ത് ആ ഫോട്ടോസ് ചോദിക്കുമ്പോഴായിരിക്കും ഋഷിയെ നമ്മുടെ പ്രഭാവതി കാണുന്നത്. അപ്പോഴായിരിക്കും ഋഷിയും നമ്മുടെ പ്രഭാവതിയും തമ്മിലുള്ള ആ ഒരു ഫ്ലാഷ് ബാക്ക് സ്റ്റോറി നമ്മുടെ സംവിധായകൻ പുറത്തുവിടാൻ പോകുന്നത്. ആ ഒരു സ്റ്റോറി കാണാൻ വേണ്ടി പ്രേക്ഷകർ എത്ര നാളായി കാത്തിരിക്കുന്നു എന്നല്ലേ. നമ്മുടെ ഋഷിയുടെ ഈ ദുരന്തത്തിന് കാരണം നമ്മുടെ പ്രഭാവതിയാണെന്ന് ഏകദേശം നമുക്ക് പ്രേക്ഷകർക്കൊക്കെ മനസ്സിലായി. പക്ഷേ എന്താണ് അവിടെ സംഭവിച്ചിട്ടുള്ളത് എന്നറിയാൻ വേണ്ടി പ്രേക്ഷകർ കട്ട വെയിറ്റിംഗ് തന്നെയാണ്. അപ്പൊ എന്തായാലും ആ ഒരു വെയിറ്റിംഗ് തീരാറായി മക്കളെ. നമ്മുടെ പ്രഭാവതി നമ്മുടെ ഋഷിയെ കണ്ട് ഞെട്ടുന്നൊരു ദൃശ്യങ്ങൾ തന്നെയാണ് തൊട്ടടുത്ത് വരുന്ന ഒരു എപ്പിസോഡിൽ കാണുവാൻ പോകുന്നത് കേട്ടോ. അപ്പൊ എന്തായാലും നമുക്ക് നോക്കാം. അടുത്ത് തന്നെ ആ ഒരു കഥയും വരും. ഋഷിക്ക് ഇങ്ങനെ സംഭവിച്ചതിന്റെ കാരണം എന്താണ്, പ്രഭാവതി എന്തിനാണ് ഋഷിയോട് അങ്ങനെ ചെയ്തത് എന്നുള്ളതിന്റെയൊക്കെ ചുരുളുകൾ അഴിയാൻ പോകുകയാട്ടോ. കാത്തിരുന്ന് തന്നെ കാണുമ്പോൾ അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.